നമ്മൾ സൂറത്ത് ത്വാഹ കഴിഞ്ഞ് സൂറത്തുൽ അംബിയാ തുടങ്ങേണ്ട സമയമായി. ഇനി രണ്ട് പേജും കൂടി ഉണ്ട് ഇൻഷാ അല്ലാഹ്. അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചിട്ടുള്ളത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പർവ്വതങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു. ആ പർവ്വതങ്ങളെ പൊടിപൊടിയായി ധൂളികളാക്കി മാറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് നബിയെ താങ്കൾ പറയണം. അങ്ങനെ പർവ്വതങ്ങളെ സമനിരപ്പാക്കി ലാ തറാ ഫിഹാ ഇവജൻ വലാ അംത, അതിലൊരു കയറ്റമോ ഇറക്കമോ ഇല്ലാത്ത രീതിയിൽ നല്ല സമനിരപ്പായ ഒരു അവസ്ഥയാക്കി ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തീർക്കും. ഇതാണ് അവസാനം നമ്മൾ പറഞ്ഞ ഇൻഷാ അല്ലാഹ് ബാക്കിയായിട്ടാണ് വിശദീകരിക്കാൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യൗമഇദിൻ യത്തബിഊന അദ്ദാഇയ ലാ ഇവജ ലഹു يومئذ يتبعون الداعي لا عوج له يومئذ يتبعون الداعي لا عوج له وخشعت الأصوات للرحمن فلا تسمع إلا همسا وخشعت الأصوات للرحمن فلا تسمع إلا همسا يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا يومئذ لا تنفع الشفاعة إلا من أذن له الرحمن ورضي له قولا ഇതിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള യൗമഇദി യത്തബിഊന, അവിടെ യാ മണിച്ചിട്ട് ഓതണം. യൗമഇദി യത്തബിഊന ദാഇയ കൂട്ടി ഓതാണെങ്കിൽ ലാ ഇവജ ലഹു വഖശഅതി, അവിടെ നിർത്തുകയാണെങ്കിൽ ലാ ഇവജ ലഹ് എന്നാണ് നിർത്തേണ്ടത്. കൂട്ടി ഓതാണെങ്കിൽ ലാ ഇവജ ലഹു വഖശഅതി, നിർത്തുകയാണെങ്കിൽ ലാ ഇവജ ലഹ് എന്നാണ്. 105 എടുത്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ രണ്ടായത്തും കൂടി മുമ്പുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഇതിൽ വിശദീകരിച്ചില്ല എന്നുള്ളൂ. ആയത്ത് മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, വഖശഅത്തിൽ അസ്വാത്ത്, അവിടെ അസ്വാത്ത് സൗത്ത് സീനല്ല സ്വാദാണ്. അസ്വാത്ത് ത്വാ ആകാൻ പാടില്ല, ത ആണ്, ബാത്ത. അസ്വാത്ത് ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ല, പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഫലാ തസ്മഉ ഇല്ല ഹംസ, ഹ ആണ്, ഹംസ. പിന്നെ യൗമഇദിൻ ലാ തൻഫഉ, യൗമഇദിൻ ലാമിന് ഇതിലേക്ക് ഇദ്ഗാം ചെയ്യണം. യൗമഇദിൻ ലാ തൻഫഉ, അവിടെ നൂന് മണിച്ചിട്ട് ഓതണം, ഇദ്ഹാർ ചെയ്യാൻ പാടില്ല.
യൗമഇദിൻ ലാ തൻഫഉ ശഫാഅത്തു. ഷഫാഅത്തു രണ്ട് ഖദർ നീട്ടിയാൽ മതി. ഷഫാഅത്തു എന്ന് ഓതണ്ട. ഷഫാഅത്തു ഇല്ലാ മൻ അദിന. അവിടെ നൂന് വെളിവാക്കണം. കാരണം എന്താണ്? നൂൻ സാക്കിനക്ക് ശേഷം വന്ന അക്ഷരം ഏതാണ്? ഹംസയാണ്. ഇൽഹാറിന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ഇല്ലാ മ അദിന എന്നല്ല, ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു. റഹ്മാനു, റഹ്മാൻ അവിടെ ഹാ സുക്കൂനായിട്ട് തന്നെ പറയണം. അപ്പോൾ റഹ്മാനി റഹിമാനല്ല, റഹ്മാനാണ്. അബ്ദുറഹ്മാനാണ്. അബ്ദുറഹിമാൻ നല്ല ആളുകൾ പറയും. അബ്ദുറഹിമാൻ, റഹിമാൻ അള്ളാഹ്ക്ക് പേരില്ല, റഹ്മാനാണ്. വഅദിന ലഹുർ റഹ്മാനു വറളിയ ലഹു. വറളിയ ലഹു എന്നുള്ള ഹാവിന് ശേഷം ചെറിയൊരു വാവിട്ടുണ്ടാവും. അവിടെ ലഹു കൗല എന്നല്ല, ലഹു കൗല എന്നാണ് ഓതേണ്ടത്. അപ്പോൾ അവിടെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ 105 വരെ എന്ന് പറഞ്ഞാൽ ഓക്കെ. വയസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെ സംബന്ധിച്ച് നബിയെ താങ്കളോട് അവർ ചോദിക്കുന്നു. ഫഖുൽ എൻസിഫ്ഹ റബ്ബി നസ്വ, നീ പറയണം എൻ്റെ റബ്ബ് അതിനെ പൊടിച്ച് പൊടിയാക്കി കളയുന്നതാണ്. നസ്വ എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് അതിനെ പൊടിച്ച് ധൂളികളാക്കി മാറ്റുന്നതാണ്. എന്നിട്ട് ഫയദറുഹ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പർവ്വതങ്ങളെ വിടുന്നതാണ്. വദറ ദറ ഇദറു എന്ന് പറഞ്ഞാൽ വിടുന്നതാണ്, അതിനെ ഒഴിവാക്കി വിടുന്നത്. ഖാഅൻ സഫ്സഫ. ഖാഅൻ സഫ്സഫ എന്ന് പറഞ്ഞാൽ സഫ്സറ നിരപ്പുള്ള മൈതാനമാക്കി ആ പർവ്വതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റുന്നതാണ്. അഥവാ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പർവ്വതങ്ങളെ എന്ത് ചെയ്യും? അള്ളാഹു ഖിയാമത്ത് നാളിൽ ഈ പർവ്വതങ്ങളൊക്കെ നശിച്ചു പോകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാണ്, അതിനെ പൊടിച്ച് ധൂളികളാക്കി സമനിരപ്പായ മൈതാനമാക്കി അള്ളാഹു അതിനെ വിടും. ലാ തറാ ഫിഹ ഇബജം വലാംത, അതിലൊരു കുഴിയോ അതല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകളോ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. അതായത് പിന്നെ ഇബജ് എന്ന് പറഞ്ഞാൽ ശരിക്കും വളവ് നടത്തും. ഇവിടെ വളവ് എന്താ വെച്ചാൽ ഭൂമിയുടെ വളവ് എന്താ വെച്ചാൽ കുഴി, അതുപോലെ തന്നെ പിന്നെ കുന്ന്. അപ്പം ഈ പർവ്വതങ്ങളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താക്കി മാറ്റും? നല്ല മഹ്ശറിൽ മനുഷ്യന്മാർക്ക് നിൽക്കാൻ പറ്റിയ രൂപത്തിലുള്ള നല്ല സമതലപ്പായ ഭൂമിയാക്കി അള്ളാഹു ഇതിനെ മാറ്റി തീർക്കും. ഖിയാമത്ത് നാളിൽ മഹ്ശർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അവിടെ തന്നെയാണ്. അതാണ് യൗമ തുബദ്ദൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്. ഈ ഭൂമിയും ആകാശവും അല്ലാത്ത ഒന്നാക്കി മാറ്റപ്പെടും. യൗമ തുബദ്ദൽ അർളു ഗൈറൽ അർള്, ഈ അർളല്ലാത്ത ഒന്നാക്കി അള്ളാഹു മാറ്റും. ഇപ്പം ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടിട്ടാണ്. അതുപോലെ തന്നെ പർവ്വതങ്ങൾ, കുന്നുകൾ, കടലുകൾ അതൊക്കെ ഉണ്ട്. പക്ഷെ ഖിയാമത്ത് നാളിൽ ഇങ്ങനല്ല. അതാണ് ഫയദറുഹ ഖാഅൻ സഫ്സഫ ലാ തറാ ഫിഹ ഇവജൻ വലാ അംത. അതിലൊരു കുന്നോ ഇറക്കമോ നേരെ നിരപ്പായിട്ട് നിൽക്കുന്ന ഭൂമിയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റുക. ഇനി അള്ളാഹു പറയുന്നത്, അപ്പോൾ അതാണ് ആയത്തിൽ വിശദീകരിക്കുന്നത്. വലാ അംത എന്ന് പറഞ്ഞാൽ ഒരു കുന്നുകളോ അല്ലെങ്കിൽ ഇറക്കങ്ങളോ ഒന്നും അള്ളാഹു അതിൽ ഉണ്ടാക്കുകയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെ സമനിരപ്പാക്കാൻ വലിയ പർവ്വതങ്ങളും നിരപ്പാക്കിയാൽ മതി. കാരണം കടൽ ഏതായാലും ഭൂമിയുടെ രണ്ടിൽ എന്താ പറയുക, മൂന്നിലൊരു എന്താണ്, ഒരു ഭാഗം മാത്രമല്ലേ കരയുള്ളൂ. രണ്ട് ഭാഗം എന്താണ്? സമുദ്രങ്ങളാണ്. സമുദ്രത്തിൽ ഏതായാലും കുന്നും കുഴിയില്ലല്ലോ, ഓൾറെഡി നിരപ്പാണുള്ളത്. അതിനെന്തായാലും നിരപ്പാക്കിയാൽ മതി. പിന്നെ ഉള്ള പർവ്വതങ്ങളും കുന്നുകളും കുറച്ചുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരിക്കും. എന്നിട്ട് മഹ്ശറിൽ, അപ്പോൾ ഇത് പർവ്വതങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇനി മഹ്ശറിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിലേക്ക് എത്തുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചാണ് ഇവിടെ യൗമഇദിൻ എന്ന് പറഞ്ഞാൽ ആ ദിവസം, അന്നേ ദിവസം. യൗമ് എന്ന് പറയുന്ന ദിവസം, യൗമിദ് എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ്. യത്തബിഊന, ഇത്തബഅ എന്ന് പറഞ്ഞാൽ എന്താ? പിൻപറ്റുക. ഇത്തബഅ, തബിഅ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. താബിഅ എന്താണ്? താബിഅ നമ്മൾ സഹാബി താബിഅ എന്നൊക്കെ പറയില്ലേ? താബിഅ എന്ന് പറഞ്ഞാൽ സഹാബത്തിൻ്റെ ബാക്കിൽ വരുന്നതാണ്. ഇത്തബഅ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വെച്ചാൽ എപ്പോഴും ബാക്കിൽ പോണേനാണ് ഇത്തബഅ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇത്തിബാഅ ചെയ്യാൻ പറഞ്ഞാൽ റസൂലിന്റെ മുമ്പിൽ നടക്കും, നമ്മൾ ബാക്കിൽ നടക്കും. ഇത്തിബാവും തഖ്ലീദും തമ്മിൽ വ്യത്യാസമുണ്ട്. തഖ്ലീദ് എന്ന് പറഞ്ഞാൽ എന്താ? തഖ്ലീദ് എന്ന് പറഞ്ഞാൽ അന്ധമായി, അതാ അയാൾ എവിടേക്കാണോ കൊണ്ടുപോകണത് അവിടേക്ക്
നമ്മളെ വക ചിന്തിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വക പിന്നെ തീരുമാനം എടുക്കുകയൊന്നും ചെയ്യില്ല. ഓൻ പറഞ്ഞു തന്നെ എൻ്റെ അഭിപ്രായം അതല്ല. ഇത്തിബാ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ പറ്റുള്ളൂ. അതേപോലെ തന്നെ തഖ്ലീദും അങ്ങനെ തന്നെയാണ്. പക്ഷെ തഖ്ലീദ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്താണ്, അയാൾക്ക് ഖുർആനും സുന്നത്തും നിന്ന് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പം അയാളെ സംബന്ധിച്ച് ദീനിൽ അയാൾക്ക് പിന്നെ എന്താ പറയുക, ഒരു ഉറപ്പുള്ള സിഖത്തുള്ള ആളെ സംബന്ധിച്ച് അയാൾ പറഞ്ഞ ഖൗല് സ്വീകരിക്കുന്നത് ഇസ്ലാമിൽ തെറ്റല്ല. പക്ഷെ എന്ത് വേണം, അയാൾ അന്വേഷിക്കണം ഇത് സത്യമാണോ അല്ലേ എന്നുള്ളത്. ഇപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിസ്കാരം പഠിക്കണം. അയാൾക്ക് ഇനി ഖുർആനിൻ്റെ ആയത്തുകളൊക്കെ നോക്കി ഹദീസ് ബുഖാരി മുസ്ലിമൊക്കെ പഠിച്ച് അയാൾക്ക് നിസ്കാരം പഠിക്കാൻ കഴിയുമോ? അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾക്ക് മനസ്സിന് തൃപ്തിയുള്ള, അയാൾ ഈമാനും ഇഖ്ലാസൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് നിസ്കാരം പഠിപ്പിച്ചു തരണം. അയാൾ പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യാൻ അയാൾക്ക് പിൻപറ്റാം. അതൊരു വിധം തഖ്ലീദാണ്. ആ തഖ്ലീദ് ഇസ്ലാം അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ ഇസ്ലാമിൽ വിരോധിച്ച തഖ്ലീദ് ഏതാണ്? നമ്മുടെ നാട്ടിലൊക്കെ തഖ്ലീദ് ഏതാ? ഖുർആനും സുന്നത്തും മുമ്പിലുണ്ട്, എന്നാലും നമ്മുടെ ഇമാം പറഞ്ഞ തന്നെയാണ് സ്വീകരിക്കുക. അതായത് ഇപ്പം നിങ്ങൾ ആലോചിച്ചപ്പോൾ എത്ര കോലത്തിലുള്ള നിസ്കാരങ്ങൾ ഇപ്പോൾ ഹറമിലൊക്കെ പോയാൽ കാണാം. പല കോലത്ത് കൈ കെട്ടിയുണ്ടാവും, കൈ കെട്ടാത്തുണ്ടാവും, പിന്നെ മുക്കളുടെ താഴെ കെട്ടിയുണ്ടാവും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൈ കെട്ടി നമ്മൾ അന്വേഷിക്കണമെന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് എങ്ങനെയാണെന്നുള്ള പല ആളുകളും എന്ത് ചെയ്യണില്ല, അന്വേഷിക്കണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ നിസ്കരിച്ചു? ഇപ്പോൾ ഹനഫികളൊക്കെ പപ്പളാസർ നിസ്കരിക്കൽ കുറേ കഴിഞ്ഞിട്ട്, നിസ്കാരത്തിൻ്റെ അവ്വൽ വക്താണ് പലപ്പോഴും കഴിഞ്ഞിട്ടാണ് ഹനഫികളൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ പോയൊക്കെ നോക്കിയാൽ കാണാം. ഞാനിപ്പോൾ ഈ ഡൽഹിയിൽ പിന്നെ എത്തിയപ്പോൾ നമ്മളെ ആപ്പ് നോക്കിയിട്ടാണ്, നമ്മളെ ആപ്പ് കറക്റ്റ് സമയമായിരിക്കും. അപ്പോൾ അസറസ്കാരത്തിൻ്റെ മഗ്‌രിബ് സമയമായി, മഗ്‌രിബ് പള്ളി എത്തി നോക്കിയപ്പം പിന്നെ ഞാൻ നിസ്കാരത്തിന് സമയം നോക്കുക, അവിടെ നോക്കുമ്പോൾ 7:20 നമ്മളെ വാക്കിൽ 6:50 ബാങ്ക് കൊടുക്കും. ഞങ്ങൾ നിസ്കരിക്കുക. അപ്പം ഞാൻ മഗ്‌രിബ് നിസ്കരിക്കാൻ ചെന്നപ്പോൾ അവിടെ ആയിട്ടില്ല. അസറിന് 5:30 എശാ 9:15 എന്നാൽ അവ്വൽ വക്ത് കഴിഞ്ഞിട്ടാണ് എല്ലാ നിസ്കാരം. ഇതൊക്കെ റസൂലുള്ളാഹിൻ്റെ മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലല്ല, റസൂലുള്ളാഹിൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലല്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ തൗഹീദിൽ ശരിക്ക് പിന്നെ ഇഖ്ലാസ്, തൗഹീദ് ശരിക്ക് ഉറക്കാത്ത അല്ലെങ്കിൽ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്കും ഇബാദത്തിനും തൗഫീഖ് ഉണ്ടാവില്ല. അതായത് അള്ളാഹുവിനെ ശരിക്ക് ആരാധിക്കാനും അള്ളാഹ് എന്ത് ചെയ്യില്ല അവർക്ക് തൗഫീഖ്. അതുകൊണ്ടാണ് സൂറത്തു കാഫിറൂൻ നമുക്ക് ഓതുമ്പോൾ കാണാമല്ലോ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നു ഞാൻ ആരാധിക്കുന്നില്ല, വല അൻതും ആബിദൂന മാ, ഞാൻ ആരാധിക്കുന്നു നിങ്ങൾ ആരാധിക്കും. ശരിക്കും എന്താണ് അള്ളാഹിനെ ആരാധിച്ചിട്ടില്ലേ? നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനെ മക്കത്ത് മുശ്രിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ആരാധിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പക്ഷെ എന്നിട്ട് നബിയോട് പറയാൻ പറഞ്ഞെന്താ? ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല. ശരിക്കും ആരാധിച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും അങ്ങനെ പറയാൻ കാരണം എന്താ? അള്ളാഹുവിനെ ആരാധിക്കേണ്ട പ്രകാരം ആരാധിക്കാനുള്ള തൗഫീഖ് എന്തില്ല, നിങ്ങൾക്കില്ല, കാരണം നിങ്ങൾക്ക് ശിർക്കുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ വലിയ തൗഹീദും സുന്നത്തുള്ള ആളുകൾക്ക് ശരിക്ക് ഏത് ഇബാദത്താണ്, നോമ്പാണെങ്കിലും നിസ്കാരമാണെങ്കിലും ഹജ്ജാണെങ്കിലും അതിന് തൗഫീഖ് ഉണ്ടാവണം. അപ്പം നമ്മുടെ നാട്ടിൽ നോമ്പ് കൊടുക്കും ചില ആൾക്കാർ. എപ്പോഴും നോമ്പ് കൊടുക്കും, നമ്മുടെ നാട്ടിൽ സമയമാണതിന് മുമ്പ് വാങ്ങ് കൊടുക്കുകയും ചെയ്യും. മഗ്‌രിബാണെങ്കിലോ സമയം ആരും കൊടുക്കില്ല. ആലോചിച്ച് നോക്കി, സുബഹിയാങ്ക് സമയമാണതിന് മുമ്പ് തന്നെ കൊടുക്കും, മഗ്‌രിബാങ്കോ സമയം ആയാലും കൊടുക്കൂല. അതൊരു തൗഫീഖ് ഇല്ലായ്മയാണ്. റസൂലുള്ളാഹിൻ്റെ സുന്നത്തനുസരിച്ചുള്ള അമൽ ചെയ്യാനുള്ള തൗഫീഖ് ഹജ്ജ് ഒക്കെ അങ്ങനെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഇതാണ് ആ വിഷയത്തിലുള്ള അതാണ് ഇത്തിബാ എന്ന് പറഞ്ഞത്. അപ്പോൾ യൗമൈദി യത്തബിഊന, ആ ദിവസം അവർ പിൻപറ്റുന്ന, മനുഷ്യന്മാർ പിൻപറ്റുന്നതാണ് അദ്ദാഇയ. ദാ എന്ന് പറഞ്ഞാൽ എന്താ? വിളിച്ചു. ദാഇ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുന്നവൻ, സാധാരണ പ്രബോധകൻ എന്നൊക്കെ പറയില്ലേ, അതായത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനെ. ഇവിടെ ദാഇ കൊണ്ട് ഉദ്ദേശിച്ചത് വെച്ചാൽ പരലോകത്തിലേക്ക് അവനെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ യൗമൈദി യത്തബിഊന ദാഇയ, ഇവിടെ ദാഇയെ കൊണ്ട് ഉദ്ദേശിച്ച് തഫ്സീറിൽ കാണാൻ ഇസ്രാഫീലാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഇനി ഓരോ മനുഷ്യനും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവൻ്റെ കൂടെ 2 മലക്കുണ്ടാവും. സായഖുൻ വശീഖ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 2 മലക്കുകൾ, ഓരോ മനുഷ്യൻ്റെ കൂടെ 2 മലക്കുകളുണ്ടാവും. ഒന്ന് സായഖാണ്. സായഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈവർ. അതായത് ഓനെ മഹ്ശറിലേക്ക് ശരിക്കും നമ്മൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാറില്ലേ, ശരിക്കും അവനെ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു മലക്കുണ്ടാവും, 2 മലക്കുകളുണ്ടാവും. അപ്പോൾ അതാണ് ദാഇ എന്ന് പറഞ്ഞ് ചില തഫ്സീറിൽ കാണാം. ഇനി അതിൽ ഇസ്രാഫിലാണ് കാഹളത്തിൽ ഊതുക. അപ്പോൾ ആ ഊത്ത് കേട്ടിട്ട് എല്ലാവരും മഹ്ശറിലേക്ക് വരും എന്നുണ്ട്.
ഇനി അതല്ല, ആ പിന്നെ ഓരോ മനുഷ്യൻ്റെയും കൂടെയുള്ള മലക്കിൻ്റെ വിളി കേട്ടിട്ട് മലക്കാണ് അവനെ ക്ഷണിച്ചു കൊണ്ടുപോകുക. രണ്ടാമത് ഷഹീദാണ്. ഷഹീദ് എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കുന്ന രണ്ട് മലക്കുകളുണ്ടാവും. ഈ രണ്ട് മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യുക, പരലോകത്തേക്ക് എത്തുക. അതാണ് യൗമൈദി യത്തബിഊന ദാഇയ. ഇനി അള്ളാഹ് അവിടെ പറഞ്ഞു, ആ ദാഇൻ്റെ കൂടെ ഇവരിങ്ങനെ ഇത്തിബാ ചെയ്യും. അവിടെ പിന്നെ ഞാൻ പോരുന്നില്ല, ഞാനിവിടെ നിൽക്കുകയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ലാ ഇവജ ലഹു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവന് വഴി തെറ്റുകയില്ല, അല്ലെങ്കിൽ വഴി തെറ്റാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ മലക്കിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, അവൻ പോകണം. ഞാൻ വരും, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ മറ്റോനൊപ്പം വരാം എന്നൊന്നും പറഞ്ഞിട്ട് നിൽക്കുക. ലാ ഇവജ ലഹു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവൻ അതിൽ നിന്ന് കുതറി മാറാൻ കഴിയാത്ത വിധം വളവില്ലാത്ത വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ മഹ്ശറിലേക്ക് എത്തുന്ന കറക്റ്റ് റൂട്ടിൽ എന്ത് ചെയ്യും, അവൻ പോകും. ലാഇബ ജലഹു എന്ന് പറഞ്ഞാൽ തഫ്സീർ ചില മുഫസ്സിറുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം, അത് മലക്കിൻ്റെ ഈ പിന്നെ വിളിയിൽ നിന്ന് അല്ലെങ്കിൽ മലക്കിൻ്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം എന്താണ്, അവൻ ആ ദാഇയുടെ കൂടെ ഇത്തിബാ ചെയ്തുകൊണ്ട് തന്നെ പോകുന്നതാണ്. എന്നിട്ടോ ഇപ്പോൾ നമുക്കറിയാം, ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരുണ്ട്, കോടാനുകോടി മനുഷ്യന്മാർ. ആ കോടാനുകോടി പിന്നെ മനുഷ്യന്മാരെ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അവിടെ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടും. ആ മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു 5 ആൾ ഒരു 10 ആൾ ഒരു റൂമിൽ ഒരുമിച്ച് കൂട്ടിയാൽ ഒരു 5 മിനിറ്റ് വരെയൊക്കെ ഉണ്ടാക്കും. പിന്നെ ഇപ്പം നമ്മളൊക്കെ അധ്യാപകന്മാരാണല്ലോ, ക്ലാസ്സിൽ മുണ്ടലാളാണ് പോയിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് വരെ ചിലപ്പോൾ ഉണ്ടാക്കും. 6ാമത്തെ മിനിറ്റ് മുതൽ എന്ത് ചെയ്യും, അങ്ങനെ. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാ മനുഷ്യന്മാർക്ക് ഒരു അധിക നേരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാനൊന്നും കഴിയില്ല. എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്തിൻ്റെ അവസാന നിമിഷം വരേക്കുള്ള മനുഷ്യന്മാരെല്ലാവരും ഇവിടെ ഉണ്ടാവും, പക്ഷെ അള്ളാഹ് പറയാണ് ഒറ്റ കുട്ടി മിണ്ടൂല. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ. ഖശഅ എന്ന് പറഞ്ഞാൽ ഖുശൂഉള്ള എന്ന് പറഞ്ഞാൽ എന്താ, താഴ്ന്നു. ഖശഅ എന്ന് പറഞ്ഞാൽ ശരിക്കും താഴ്ന്നു എന്നർത്ഥം, അതായത് വിനയമുള്ളവനായി, വിനയമുള്ളതായി എന്നർത്ഥം. അസ്വാത്ത് സൗത്ത് എന്താ, ശബ്ദം. സൗത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദം. വഖശഅത്തിൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളും അന്ന് താഴ്ന്നു പോകും, ഖുശൂഉള്ളതായി മാറും. ലിർറഹ്മാൻ, ആർക്ക് വേണ്ടി, പടച്ചോൻ്റെ മുമ്പിക്കാണല്ലോ എത്തിയിരിക്കണത്, അള്ളാൻ്റെ മുമ്പിക്കല്ലേ പോണത്. അതുകൊണ്ട് തന്നെ പടച്ചോല്ല എന്ന് പ്രസംഗിച്ച ആൾക്കാരുണ്ടാവും. എന്ത് പടച്ചോ എന്ന് പ്രസംഗിച്ചോ, അവൻ്റെ തൊള്ളട്ട് ഭയങ്കര ഒച്ചട്ട് ഭയങ്കരമായ ശബ്ദമുണ്ടാക്കി, ഭൂമിയിൽ ശബ്ദകോലാഹലമുണ്ടാക്കി അള്ളാഹിനെ നിഷേധിച്ച് കാഫറായി നടന്ന ഓനൊന്നും അള്ളാഹിൻ്റെ മുമ്പിലെത്തുമ്പം ഒരൊച്ച ഉണ്ടാവില്ല. ഈ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തുകളും സ്ഥാപിക്കാൻ വേണ്ടി ഒച്ചട്ടോനൊന്നും അള്ളാഹിൻ്റെ മുമ്പിൽ ഒച്ച ഉണ്ടാവില്ല. വഖശഅത്തിൽ അസ്വാത്തുൽ റഹ്മാൻ, റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും അതാ താഴ്ന്നു പോകും എന്ന് പറഞ്ഞാൽ എല്ലാ ശബ്ദങ്ങളും അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കും. ഒരൊറ്റ കുട്ടി എന്ത് ചെയ്യാൻ കഴിയില്ല, കിട്ടൂല. ഇപ്പം നമ്മളൊക്കെ നാട്ടിലുള്ള ചില ആൾക്കാർക്ക് വിശ്വാസം എന്താ വെച്ചാൽ, അവിടെ പോയിട്ട് നമ്മളെ ഏതെങ്കിലും ഔലിയാക്കന്മാരെ പിടിച്ച് മുപ്പര് കെയർ ഓഫിലുണ്ട് വിസ എടുത്തിട്ടാണ് സ്വർഗത്തേക്ക് പോവുക എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഇനി അവിടെ നിന്നാണ് വിളിച്ചാലും ഒരു മുസ്ലിം പ്രസംഗിച്ചാൽ എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ വഹാബികൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഇവിടുന്ന് ഉത്തരം കിട്ടൂല എന്നാണ് കൂട്ടിക്കോളി. പക്ഷെ ഇനി അവിടെ ഇപ്പോൾ ഏതായാലും മൊയ്തീൻ ഷേഖ് ജീവനോടെ ഉണ്ടാവുമല്ലോ, ബദരീങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ മരിച്ചു പോയതാണ്. എന്നാൽ പരലോകത്ത് എന്തുണ്ടാവും, ജീവനോടെ ഉണ്ടാവുമല്ലോ. നമുക്ക് അവിടുന്ന് വിളിക്കാം, അവിടുന്ന് വിളിക്കണേ ഒച്ച പൊന്തണ്ടേ, അവിടുന്ന് വിളിക്കണേ വഖശഅത്തിൽ അസ്വാത്തുൽ റഹ്മാൻ, എല്ലാ ശബ്ദങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുന്നിൽ കീഴൊതുങ്ങിയിരിക്കുന്ന ഒരൊറ്റ കുട്ടി. നിങ്ങൾ ആലോചിച്ച്, മനുഷ്യന്മാർ അമിതമായി കൊണ്ട് പേടിച്ചാൽ പിന്നെ അവൻ്റെ ഒച്ച പുറത്തു വരുമോ, ഉണ്ടാവേ, ഓന് കരയാൻ വരെ കഴിയുമല്ലോ. നിങ്ങൾ ആലോചിച്ച്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ അല്ലെങ്കിൽ ഏറ്റവും സങ്കീർണമായൊരു സന്ദർഭമാണോ മഹ്ശറിൽ കാണുക. അവനത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലല്ലോ. ലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് മനുഷ്യന്മാർ നഗ്നന്മാരായി ചെരുപ്പ് ധരിക്കാതെ മലക്കുകളുടെ അകമ്പടിയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അവൻ്റെ കണക്ക് സൂചിപ്പിക്കാൻ വേണ്ടി
ശരിക്ക് ഒരു തൊണ്ടി മുതൽ സഹിതം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുമ്പം എന്താണ് മനുഷ്യന്മാർ സംസാരിക്കുക? അതാണ് അള്ളാഹ് പറയും യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനിഹിന്നൊക്കെ പറഞ്ഞില്ലേ? ബാപ്പാൻ്റെ അടുത്ത് നിന്ന്, ഉമ്മാൻ്റെ അടുത്ത് നിന്ന്, മക്കളുടെ അടുത്ത് നിന്ന്, ഭാര്യമാരുടെ അടുത്ത് നിന്ന്, ഇണകളുടെ അടുത്ത് നിന്ന് എല്ലാ മനുഷ്യന്മാരും വാപ്പായിക്കൂടെ വരുന്നുണ്ടെങ്കിൽ മകത്തിൽ കൂടെ പോകും. അതിൽ പുതിയാപ്പിളായിക്കൂടെ വരുന്നുണ്ടെങ്കിൽ പുതിയണ്ണത്തിൽ കൂടെ പോകും. കാരണം കണ്ട മാത്രമല്ല, കാണാഞ്ഞിട്ടല്ല, അള്ളാഹ് പറഞ്ഞ കാണുന്ന യുബസ്സറൂനഹും, അവർ നേരെ കാണും, ബാപ്പിയും മോനും കാണും, അല്ലെങ്കിൽ മക്കളും കാണും. പക്ഷെ ബാപ്പാൻ്റെ അവസ്ഥ എന്താണെന്ന് മോൻ ചിന്തിക്കണില്ല, മോൻ്റെ അവസ്ഥ എന്താണെന്ന് ബാപ്പി ചിന്തിക്കില്ല. അപ്പം നിങ്ങൾ ആലോചിക്കും, നമ്മളൊക്കെ മക്കൾ ദുനിയാവിൻ്റെ വിഷയത്തിലും എല്ലാ വിഷയത്തിലും നമ്മൾ ഭയങ്കര ജാഗ്രത ഉള്ളവരാണല്ലോ. പക്ഷെ അടിച്ച് കഴിഞ്ഞ് ഇവിടെയൊക്കെ ചേർത്തുന്ന എന്തൊക്കെ ചിന്തകൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാകാം. പക്ഷെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരാൾക്ക് ഒരു ചിന്ത ഉണ്ടാവില്ല. എന്നിട്ട് അള്ളാഹ് പറയണ്ട ഫലാ തസ്മഉ, ഇത്രയും മനുഷ്യന്മാർ, കോടാനുകോടി മനുഷ്യന്മാരവിടെ ഒരുമിച്ച് കൂടിയാലും നിനക്ക് കേൾക്കാൻ സാധിക്കുകയില്ല, നീ കേൾക്കുകയില്ല. ഫലാ തസ്മഉ ഇല്ല, എന്തല്ലാതെ ഹംസ, ഒരു നേർത്ത ശബ്ദം, ഒരു ചെറിയ ശബ്ദം മാത്രമേ കേൾക്കൂ. ഈ ഹംസ് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് വെച്ചാൽ മനുഷ്യന്മാർ നടക്കുമ്പോണ്ടാണ് ഒച്ച ഉണ്ടല്ലോ. ഹംസ എന്ന് പറഞ്ഞാൽ കാലുകൊണ്ട് നടക്കുമ്പോണ്ടാകുന്ന ഒച്ച. ആ ഒച്ച മാത്രം, തൊള്ളോണ്ടൊരൊച്ച ഉണ്ടാവില്ല. വായ കൊണ്ടുള്ളൊരൊച്ച, എന്താണ് സുഖല്ല, അങ്ങട്ടല്ലേ എന്നൊന്നും ചോദിക്കുന്ന ഫലാ തസ്മഉ, നീ കേൾക്കുകയില്ല, ഇല്ല ഹംസ, നേർത്ത ശബ്ദമില്ലാതെ. ആ നേർത്ത ശബ്ദം കൊണ്ട് ഉദ്ദേശിച്ചു മുസ്ലിങ്ങൾ ഒരു ഭാഗം ആളുകൾ പറഞ്ഞു വെച്ചാൽ കാലിൻ്റെ കാലടി ശബ്ദം, നടക്കുമ്പോൾ ചെറിയൊരൊച്ച ഉണ്ടാവുമല്ലോ, ആ ഒച്ച. വേറെ ചില ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ശ്വാസോച്ഛ്വാസത്തിൻ്റെ പേടിച്ച നമുക്കൊരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ഒരു നെടുവീർപ്പുണ്ടല്ലോ, ആ ഒച്ച. ഇതല്ലാത്ത ഒരു മനുഷ്യൻ്റെയും ശബ്ദം അവിടെ പോകും. നിങ്ങൾ ആലോചിക്കുക, ദുനിയാവിൽ എന്തൊക്കെ ഒച്ചറിഞ്ഞ ആൾക്കാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പച്ചയായി നിഷേധിക്കാൻ മൈക്കെട്ടി പ്രസംഗിക്കുന്ന ഒച്ചറിഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അല്ലേ? ഈ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തുകളുമൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി അള്ളാഹിൻ്റെ ഖുർആൻ പച്ചയായി ദുർവ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും തൊള്ള അവിടെ പൊന്തൂല. ഫലാ തസ്മഉ ഇല്ല, ഓലൊക്കെ പേടിച്ച് വിറച്ചവരാ. ശ്വാസോച്ഛ്വാസത്തിൻ്റെ ശബ്ദം, അതല്ലെങ്കിൽ കാലടിയുടെ ശബ്ദം. ഇത് രണ്ടാണ് മുഫസ്സിറുകൾ പറഞ്ഞു. അധികം മുഫസ്സിറുകൾ പറഞ്ഞ് കാലടിയുടെ ശബ്ദം എന്നാണ്. ഇതല്ലാതെ ഒന്നും അവിടെ നിനക്ക് കാണാൻ സാധിക്കില്ല, കേൾക്കാൻ സാധിക്കില്ല. അപ്പം അള്ളാഹുവിൻ്റെ മുമ്പിൽ ശരിക്കും മനുഷ്യന്മാർ പഞ്ചപുച്ഛമടക്കി, ശബ്ദം പോലും അവർക്ക് സംസാരിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, സംസാരിക്കാൻ വിചാരം ചെയ്യുമ്പോൾ ഓരോ തൊള്ള അപ്പശീലിച്ചിട്ടൊന്നുമില്ല. ഇത് കൊണ്ടുവരുന്ന രംഗാണെന്ന് പറഞ്ഞു, അപ്പശീലിച്ചിട്ടില്ല. അള്ളാഹിൻ്റെ മുമ്പിൽ വല്ല തർക്കിക്കുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, നഖ്തിമു അലാ അഫ്വാഹിം, ഓൻ്റെ തൊള്ളക്കാട് ശീല വെക്കും. ഇത് വായ ഉണ്ടായിട്ടും ആളുകളെ കണ്ടിട്ടും മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യും കഴിയില്ല, സംസാരിക്കും. അത്രയും ഭീകരമായ രംഗാണ്. അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് ഫലാ തസ്മഉ ഇല്ല ഹംസ. ഇതൊക്കെ ശരിക്കും നടക്കാനിരിക്കുന്ന, നമ്മളൊക്കെ കണ്ണുകൊണ്ട് കാണാനും അനുഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പിന്നെ അള്ളാഹ് പറഞ്ഞ്, ഇപ്പം നമുക്കറിയാം ദുനിയാവിൽ പലപ്പോഴും മനുഷ്യന്മാരെ ഹക്ക് സ്വീകരിക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ ദീനിയായിക്കൊണ്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകാതിരിക്കുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, എനിക്കെൻ്റെ കുടുംബമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ മക്കളുണ്ട് എന്നൊക്കെയാണല്ലോ. മക്കൾക്ക് ഇപ്പം ഈ പിന്നെ പലപ്പോഴും എന്താ വെച്ചാൽ, ഈ പ്രവാസ ലോകത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും അവർക്ക് അവരുടെ ഇബാദത്തുകളോ അല്ലെങ്കിൽ നിസ്കാരമോ നോമ്പോ ഹജ്ജോ സക്കാത്തോ ഒന്നും കൊടുക്കാൻ പോലും കഴിയാതെ രാവും പകലുമില്ലാതെ 20 മണിക്കൂറും 18 മണിക്കൂറൊക്കെ അധ്വാനിക്കുന്ന ആൾക്കാരുണ്ട്. ജമാഅത്ത് നിസ്കരിക്കാൻ ചിലപ്പോൾ ഹറമിൻ്റെ അടുത്ത് തന്നെ ഇക്കാരും, അല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളീൻ്റെ ആയാലും ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല. പലപ്പോഴും എന്താ വെച്ചാൽ അതൊക്കെ കുടുംബത്തിന് വേണ്ടി അൽഹംദുലില്ലാഹ് നല്ല കാര്യം തന്നെ. പക്ഷെ അള്ളാഹ് പറഞ്ഞത് ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും. വിശുദ്ധ ഖുർആനിലുണ്ട് ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും. കാഹളത്തിൽ അങ്ങോട്ട് ഊതപ്പെട്ടാൽ പിന്നെ അവർക്കിടയിൽ ഒരു കുടുംബ ബന്ധം ഉണ്ടാവില്ല എന്നാ. ബാപ്പിയും മോനും തമ്മിലുള്ള ബന്ധം ഇല്ല. അപ്പം നമ്മൾ ആർക്ക് വേണ്ടിയാണോ അധ്വാനിച്ച് ഈ ആയുസ് കളഞ്ഞു കുളിച്ചത്, അവർ പിന്നെ ബന്ധമില്ല എന്നുള്ള പറഞ്ഞു. ബന്ധമില്ല പിന്നുള്ളത് എവിടെയാണ്? സ്വർഗത്തിലെത്തിയാൽ അവിടെ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പം ശരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതുകൊണ്ട് അള്ളാഹ് പറ അലൈക്കും അൻഫുസക്കും, നിങ്ങൾ ആദ്യം നമ്മുടെ തടി സേഫാക്കണം.
ലായതുറക്കും എന്നല്ലാതെ ആദ്യം സ്വന്തം തടി സേഫാക്കുക, എന്നിട്ട് പിന്നെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുക. അല്ലാതെ കുടുംബത്തിൻ്റെ കാര്യം നോക്കിയിട്ട് നമ്മളെ തടി എന്ത് ചെയ്യരുത്, അപകടപ്പെടുത്തരുത്. ഇതാണ് പലപ്പോഴും ആളുകളൊക്കെ ഒരു ഞാനെ ആക്ഷേപിക്കാനും കുറ്റം പറയാനും പറയില്ല. പലപ്പോഴും എന്ന് വെച്ചാൽ വിദേശത്തൊക്കെ ചെന്ന് നോക്കുമ്പോൾ ആളുകളൊക്കെ ഒരു രീതി അതാണ്. പലപ്പോഴും ജമാഅത്ത് നിസ്കാരത്തിന് അവന് കഴിയണില്ല, അവൻ്റെ ഡ്യൂട്ടി ആയിരിക്കും, അൽഹംദുലില്ലാഹ് നല്ല തന്നെയാണ്. പക്ഷേ എത്ര കാലമാണ് ഒരു ജമാഅത്തിന് പോലും കഴിയാതെ എത്ര കാലിച്ചിട്ട് അധ്വാനിക്കണത്? അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് വെളിച്ചം ഭക്ഷണത്തിന് വേണ്ടി നമ്മളെന്ത് ചെയ്യാണ്, ഒരുക്കിത്തീരാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കുടുംബത്തെ പട്ടിണി കിടന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ നമ്മുടെ കാര്യം സേഫാക്കിയിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടതുള്ളൂ. അതന്നെ അള്ളാഹ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നരകത്ത് പോയിക്കാണ്ട് കുടുംബത്തെ സ്വർഗത്ത് കാക്കാനും കുടുംബത്തെ തീറ്റി പോറ്റാനും അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ആണിനോടും പറഞ്ഞിട്ടില്ല, പെണ്ണിനോടും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയാണ്. അതാണ് വക്കുല്ലുഹു മാത്തി യൗമുൽ ഖിയാമത്തി ഫർദ. ഇതൊക്കെ അള്ളാഹ് പറഞ്ഞതാണ്. എല്ലാവരും ഒറ്റയായിക്കൊണ്ടാണ് അള്ളാഹിൻ്റെ മുമ്പേക്ക് വരിക. നമ്മളിവിടെ കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചിട്ടുണ്ടാവും. മഹ്ശറിലേക്ക് നമ്മളെല്ലാവരും ജീപ്പ് വിളിച്ച് കാർ വിളിച്ച് പോകാൻ നടക്കില്ല. കുല്ലുഹു മാത്തി യൗമുൽ ഖിയാമത്തി ഫർദ. ഫർദ എന്ന് പറഞ്ഞാൽ ഒറ്റയായിട്ടാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കും, എൻ്റെ കുട്ടികൾ എൻ്റെ ഉടനൊപ്പം ഉണ്ടാവും. ഓരോ കാര്യം നോക്കണം, ഞാൻ എൻ്റെ കാര്യം നോക്കണം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നമ്മെല്ലാം അത്തരം വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി അവിടെ ആകെയുള്ളൊരു പ്രതീക്ഷ എന്താ വെച്ചാൽ, ഇപ്പം നമ്മുടെ അമലുകൾ കൊണ്ട് പലപ്പോഴും, കാരണം നമ്മുടെയൊക്കെ അമലിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. ഇനി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകൾ പോരായ്മ ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ശഫാഅത്തുകൾ കൊണ്ടും അമ്പിയാക്കന്മാരുടെ ശഫാഅത്തുകൾ കൊണ്ടും അതുപോലെ തന്നെ മലക്കുകളുടെ ശഫാഅത്തുകൾ കൊണ്ടും ശുഹദാക്കന്മാരുടെ ശഫാഅത്തുകൾ കൊണ്ടൊക്കെ ഒരു മനുഷ്യന് ചിലപ്പോൾ എന്തുണ്ടാകാം, പരലോകത്ത് ചില ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. ശഫാഅത്തുണ്ട് ഇസ്ലാമിൽ. ഒന്നാമത്തെ ശഫാഅത്ത് റസൂലുള്ളാഹിക്കുള്ളതാണ്. അതാണ് ശഫാഅത്തുൽ ഉളുമ എന്ന് പറയും. ശഫാഅത്തുൽ ഉളുമ എന്ന് പറയും. ഉളുമ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശഫാഅത്ത് എന്നർത്ഥം. അതായത് അശഫാഅത്തുൽ ഉളുമ. ഇതാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള ശഫാഅത്താണ്. അശഫാഅത്തുൽ ഉളുമ. ഉളുമ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഏറ്റവും ഉന്നതമായ ശഫാഅത്ത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇത് ഈ ശഫാഅത്ത് എന്തിനുള്ള അറിയോ? വിചാരണ തുടങ്ങാനുള്ള ശഫാഅത്ത്. വിചാരണ, ഈ ശഫാഅത്തിൻ്റെ ഉപകാരം എല്ലാവർക്കും കിട്ടും. കാഫിറിനും മുശ്രിക്കിനും മുഅ്മിനും എല്ലാവർക്കും ഉപകാരം കിട്ടുന്ന ശഫാഅത്താണിത്, ശഫാഅത്തുൽ ഉളുമ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ വെച്ചാൽ, പിന്നെ ലോകത്ത് എല്ലാ നബിമാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രാർത്ഥന അവർക്ക് അള്ളാഹ് അനുവദിച്ചു കൊടുത്തിട്ട് ഉത്തരം തരുമെന്ന് ഉറപ്പുള്ള പ്രാർത്ഥന. എല്ലാ നബിമാരും എന്ത് ചെയ്തു, അത് പ്രാർത്ഥിച്ചു കൊണ്ട്. പക്ഷെ ഞാൻ ഇഖ്തബത്തു ദഅവതി, എൻ്റെ ദഅവത്തിനെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ശഫാഅത്തൽ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചോദിക്കുക. അത് ചോദിച്ചാൽ ഉറപ്പാണ്. അതുകൊണ്ട് നസൽ തുഅത്താന്ന് നബിനോട് അള്ളാഹ് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം, ദീർഘമായ ഹദീസാണ്. ജനങ്ങൾ മഹ്ശറിൽ നിൽക്കുകയാണ്. സൂര്യൻ 1 മൈൽ അകലെ ചൂടിൽ നിൽക്കുമ്പോൾ കുറേ കാലം, എത്രയാണ് അള്ളാഹിൻ്റെ കണക്ക് അള്ളാഹ്ക്കേ അറിയുള്ളൂ. എന്താണ് ആളുകൾക്കൊരു എത്തും പിടിയില്ല. അമ്പിയാക്കന്മാരുണ്ട്, എന്താണ് ഇനി ചെയ്യേണ്ടത്? ആദം നബിയുടെ അടുത്ത് ചെല്ലും, നൂഹ് നബിയുടെ അടുത്ത് ചെല്ലും, അവസാനം റസൂലുള്ളാഹിന്റെ അടുക്കലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറയും? എന്നായിക്കോട്ടെ, ഇവിടെ നമുക്കൊക്കെ ശരിയാക്കാന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ മുമ്പിൽ പോയി സുജൂദിൽ വീഴുകയാണ്. നമ്മളിവിടെ ചില ആളുകളൊക്കെ വയലിട്ടുണ്ടെങ്കിൽ ഓലാണ് പരലോകം നിയന്ത്രിക്കണത്. ഓലാണ് വന്നിട്ട് പിന്നെ അവിടെ ഉണ്ട് നരകത്തേക്ക് മുടലങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്ന് കാരണം ഓല് നിയന്ത്രിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ചെന്നിട്ട് അമ്പിയാക്കന്മാരടക്കമുള്ള ആളുകൾ പറയും, നബി നിങ്ങളൊന്ന് പറയും. അപ്പം നബി പറയല്ല. നബി എന്ത് ചെയ്യണ്? അള്ളാഹിൻ്റെ അർശുമ്പ് സുജൂദ്, എത്രയോ കാലം സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹ് പറയും ഇർഫഅ റഅസക്, ഇനി നീ തല ഉയർത്തിക്കോ, സൽ തുഅത, നീ ചോദിച്ചോ നൽകപ്പെടും. അങ്ങനെയാണ് വിചാരണ തുടങ്ങാനുള്ള ഇത് എന്താണ്. അങ്ങനെ വിചാരണ കഴിഞ്ഞ് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളെ മാറ്റിയിരുത്തുമ്പോൾ ഈ നരകത്തിലേക്ക് പോകുന്ന ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ശഫാഅത്തുകളെ കൊണ്ട് എന്ത് ചെയ്യും? അത് അള്ളാഹു സ്വർഗത്തിലേക്കാക്കാൻ തീരുമാനിച്ചായിരിക്കും. പക്ഷെ റസൂലുള്ളാഹിനെ തക്രീം ചെയ്യാൻ, ആദരിക്കാൻ വേണ്ടി
അല്ലെങ്കിൽ അമ്പിയാക്കന്മാരെ ശുഹദാക്കന്മാരൊക്കെ ആദരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിലൂടെ അവർ സ്വർഗത്തിലേക്ക് നയിക്കും. ആ ശഫാഅത്ത് ഹക്കാണ്, അത് ഖുർആനിലുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ. എല്ലാ ശഫാഅത്തും ആർക്കുള്ളതാണ്? അള്ളാഹ്ക്കുള്ളത്. അപ്പം നമുക്കറിയാം ആയത്തുൽ കുർസി എന്താ അള്ളാഹു പറഞ്ഞു? മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യണം, ഇപ്പോൾ റസൂൽ അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നബിയാണ് വന്നിട്ട് അള്ളാഹ് ബല സ്വർഗത്തേക്കാക്കെന്ന് പറയില്ല. നബിനോട് അള്ളാഹ് പറയും ഇവർക്ക് വേണ്ടി ശഫാഅത്ത് ചോദിച്ചോ. അള്ളാഹിൻ്റെ അനുവാദമാണ് റസൂലുള്ളാഹിക്ക്. അപ്പോൾ റസൂൽ പറയും അള്ളാഹു ഇവർക്ക് നീ പുറത്തു കൊടുക്കണം, ഇവർ നീ സ്വർഗത്തിലേക്കാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ശഫാഅത്തിൻ്റെ മുഖേന അള്ളാഹ് ഇവർക്ക് പുറത്തു കൊടുക്കും. അതാണ്. അപ്പം അതാണ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. അള്ളാഹുവിൻ്റെ ഇതിനുണ്ടെങ്കിലേ അള്ളാഹിൻ്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ ചോദിക്കണതോ വശഫാഅത്ത് ഹബ്ലനാ എന്നാ നമ്മളെ മാലിയിലൊക്കെ ഉള്ളത്. റസൂൽ നിങ്ങൾ നമുക്ക് ശഫാഅത്തുണ്ട്. റസൂലുള്ളാഹിക്ക് ശഫാഅത്തില്ല, അള്ളാഹ്ക്ക് ശഫാഅത്തുള്ളൂ. അള്ളാഹ് റസൂലുള്ളാഹിനോട് പറയും നിങ്ങളെ ശഫാഅത്ത് ചെയ്തു. അപ്പോളേ അതാണ് പിന്നെ മന്ദല്ലതി. ഇവിടെ ഈ ആയത്ത് നോക്കിക്കോ, അള്ളാഹ് പറയും യൗമൈദിൻ, ആ ദിവസം ലാ തൻഫഉ ശഫാഅത്തു. ലാ തൻഫഉ എന്ന് പറഞ്ഞാൽ നഫഅ യൻഫഉ എന്ന് പറഞ്ഞാൽ ഉപകാരം ഉണ്ടാകുക, നാഫിഅ എന്ന് പറഞ്ഞാൽ ഉപകാരം ഉണ്ടാകുക. ലാ തൻഫഉ ശഫാഅത്തു, ശഫാഅത്ത് ഉപകാരം ചെയ്യുകയില്ല, ഇല്ല മൻ, ഒരുത്തനല്ലാതെ. അപ്പം ഷഫാഅത്ത് ചെയ്തിട്ട്, അപ്പം ഷഫാഅത്ത് ചെയ്യുന്നവർ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് ചെയ്യും, ഒന്ന് നബിക്ക് ഷഫാഅത്ത് ഉണ്ട്. ഇത് പിന്നെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്ത് ഉണ്ട്. പിന്നെ ഇനി അതുപോലെ തന്നെ രണ്ട് എല്ലാ അമ്പിയാക്കന്മാർക്കും ഷഫാഅത്ത് ഉണ്ട്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്ത് ഉണ്ട്, രണ്ട് മൂന്ന് ശുഹദാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആളുകൾ, അവർക്ക് അവരുടെ കുടുംബത്തിൽപ്പെട്ട 70ഓളം ആളുകൾ, ചില ഭാഗത്തിൽ 7000 70,000 ഒക്കെ ഉണ്ട്, അവിടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള സൗകര്യം. പക്ഷെ ആ കുടുംബക്കാരായിരിക്കണം? തൗഹീദുള്ള ഒരു സ്വർഗത്ത് പോകാൻ പറ്റുന്നതായിരിക്കണം. അല്ലാതെ നിങ്ങൾ ആലോചിക്ക്, റസൂൽ ആർക്ക് ആദ്യം ശഫാഅത്ത്? അബൂ താലിബിനല്ലേ? അല്ലേ? നബിക്ക് ശഫാഅത്ത് ഉണ്ടെങ്കിൽ, കാഫിറിന് ശഫാഅത്ത് ഉണ്ടെങ്കിൽ നബി ആദ്യം ആർക്കാ ചെയ്ത്? സ്വന്തം മാതാപിതാക്കൾക്കും അബൂ താലിബിനല്ലേ? പക്ഷെ ഉണ്ടോ? ഇല്ലല്ലോ, നരകത്തിൽ തന്നെ. അപ്പോൾ സ്വർഗത്ത് പോകാൻ അവകാശമുള്ള ആളുകൾക്ക് ശുഹദാക്കന്മാർ ശഫാഅത്ത് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ മലക്കുകൾ, മലായിക്കത്തുണ്ട്, മലക്കുകൾ ശഫാഅത്ത് ചെയ്യും. അതൊക്കെ അള്ളാഹ് അനുവാദം കൊടുക്കണം. മലായിക്കത്ത് ശഫാഅത്ത് ചെയ്യും. അതേപോലെ തന്നെ ഔലാദ്, ചെറിയ പ്രായത്തിൽ മരിച്ച കുട്ടികളുണ്ടല്ലോ, പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ശഫാഅത്ത് ചോദിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 2 കുട്ടികൾ ഒരാൾക്ക് പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ആ പിഞ്ചു കുട്ടികൾ എന്താ വെച്ചാൽ അവർക്ക് തക്ലീഫ് എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടവരാണ്. അപ്പം അവർക്ക് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനുള്ള, പക്ഷെ അവർ മാതാപിതാക്കൾ ആരായിരിക്കണം? സ്വർഗത്തിൽ പോകാനുള്ള പണിയെടുത്തവരായിരിക്കണം. അല്ലാതെ ശഫാഅത്ത് അല്ലാഹ് അനുവാദം കൊടുക്കൂല. അല്ലെങ്കിൽ ഒരു കാഫിറായ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു മകൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല? അനുവാദം കൊടുക്കൂല. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ പിന്നെ അള്ളാഹ് ഇനി വേറെ പിന്നെ ഈ ഇവരുണ്ടല്ലോ, വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ, 70,000 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഉക്കാശ റളിയല്ലാഹു അൻഹു പെട്ടില്ലേ? അങ്ങനെ 70,000-ൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യണം? വേറെ ആളുകൾക്ക് വേണ്ടി ശഫാഅത്തിനുള്ള അധികാരം. ഈ ശഫാഅത്ത് കിട്ടുന്നവരൊക്കെ എന്തായിരിക്കും? അത് അള്ളാഹ് തീരുമാനിച്ചതാണ് അവരെ സ്വർഗത്തിലാക്കാൻ വേണ്ടി. ആ സ്വർഗത്തിലാക്കുമ്പോൾ ഇവരെ ഒന്ന് ആദരിക്കുക. ഈ ആളുകളൊന്ന് ഈ ലോകത്തുള്ള മഹ്ശറിൽ വെച്ചിട്ടുള്ള ആളുകളെ അവരുടെ മുമ്പിൽ എന്ത് ചെയ്യാണ്? ഓര് പറഞ്ഞുകൊണ്ട് അള്ളാഹ് പിന്നെ അതിനനുസരിച്ച് ചെയ്യുന്ന പോലെ അവരൊന്ന് ആദരിക്കുക. അല്ലാതെ ഷഫാഅത്ത് ഇവരുടെ കയ്യിലല്ല. അതാണ് ഖുലില്ലാഹി ഷഫാഅത്ത് ജമീഅ. അപ്പം യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുദ്ദേശിച്ചത് സ്വർഗത്തിലേക്കാക്കാൻ ഉദ്ദേശിച്ചതാണ്. അപ്പം അള്ളാഹു അവരൊന്ന് ആദരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന പണിയാണ് ഷഫാഅത്ത്. അതുകൊണ്ടാണ് യൗമദീൻ ലാ തൻഫഉ ശഫാഅത്തു ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ. റഹ്മാനായ റബ്ബ്
അനുവാദം കൊടുത്ത ഒരു മനുഷ്യനല്ലാതെ ഷഫാഅത്ത് എന്ത് ചെയ്യൂല, ഉപകാരം ചെയ്യുകയില്ല. ഷഫാഅത്ത് പിന്നെ മഹ്ശറിൽ വെച്ചുകൊണ്ട് ഇനി നരകത്തിലേക്ക് പോയതിന് ശേഷം ഉണ്ട് കേട്ടോ. ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോയി, നഊദുബില്ലാ, നരകത്തിലേക്ക് പോയതിന് ശേഷം ആ നരകത്തിൽ കിടക്കുന്ന അയാൾ കിടക്കേണ്ട കാലാവധി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അയാൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. അപ്പം ഹദീസിൽ കാണാം, അയാൾ ഇങ്ങനെ കരിക്കട്ടായിട്ടുണ്ടാവും. പിന്നെ ആ നരകത്തിൽ നിന്നെടുത്ത് നെഹ്റുൽ ഹയാത്ത് എന്ന് പറയുന്നൊരു നദിയുണ്ട് സ്വർഗത്തിൽ നരകത്തിൻ്റെ അടുക്ക്. ആ നെഹ്റുൽ ഹയാത്തിൽ മലക്കൾ എന്ത് ചെയ്യും, അയാളെ മുക്കും. അപ്പം അയാൾ നല്ല സുമുഖനായ നല്ല തുലിയൊക്കെ ഉള്ള ആളായി മാറും. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇനി മാത്രവുമല്ല, അള്ളാഹ് പറഞ്ഞു മൻ അതിനിലഹുർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് അവർക്ക് അനുവാദം കൊടുത്ത ആളുകളല്ലാതെ. വറളിയ ലഹു, വറളിയ എന്ന് പറഞ്ഞാ തൃപ്തിപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അവർക്ക് വേണ്ടി തൃപ്തിപ്പെട്ടിരിക്കുന്നു ഖൗല, അവരുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ സംസാരങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിപ്പെടുകയും അള്ളാഹുവിന് തൃപ്തിയുള്ള വാക്കുകൾ അവർ പറയുകയും അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ അള്ളാഹ് തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർ ഒഴികെ മറ്റൊരാൾക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഷഫാഅത്ത് ഉപകാരം ചെയ്യും. ഹാഫിദീങ്ങൾക്കും മാതാപിതാക്കൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ഖുർആനുണ്ട്, നോമ്പുണ്ട്, സൂറത്ത് ബഖറ ഷഫാഅത്ത് ചെയ്യും, സൂറത്ത് ആലിമ്രാൻ ഷഫാഅത്ത് ചെയ്യും, അതുപോലെ തന്നെ ഖുർആൻ ഓതുന്ന പിന്നെ നോമ്പ് ഷഫാഅത്ത് ചെയ്യും ഒക്കെ ഹദീസിലുണ്ട്. പിന്നെ നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് ഖുർആൻ തന്നെ ഷഫാഅത്ത് ചെയ്യും, ഇതൊക്കെ ഹദീസിലുണ്ട്. അപ്പോൾ ഈ ഷഫാഅത്ത് ഉപകാരം ചെയ്യണതാണ് വറദി. രണ്ട് കണ്ടീഷനാണ്. ഒന്ന് അള്ളാഹ് അനുവാദം കൊടുക്കണം, രണ്ടാമത്തെ വറദിയ ലഹു ഖൗല, അവൻ്റെ ഖൗല് അള്ളാഹ് എന്ത് ചെയ്യണം, തൃപ്തിപ്പെടണം. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ്റെ സംസാരവും പ്രവർത്തനങ്ങളും അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവനാണെങ്കിലേ ഇവന് ഷഫാഅത്ത് കൊണ്ട് ഉപകാരം. അല്ലാതെ കാഫറായി ജീവിച്ച് തെമ്മാടിയായി ജീവിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെത്തിയിട്ട് മറ്റുള്ള റസൂലുള്ളാഹിൻ്റെ ഷഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാമെന്ന ചിന്ത എന്തല്ല, അതാണ് വറദിയ ലഹു ഖൗല. അള്ളാഹ് അനുവാദം കൊടുക്കുകയും വറദിയ ലഹു അവന് വേണ്ടി അള്ളാഹ് തൃപ്തിപ്പെടുകയും വേണം. ഖൗല അവൻ്റെ വാക്കുകൾ അള്ളാഹു തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്കും സംസാരവും അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും അനുസരിച്ച് കൊണ്ട് ഉള്ളതായിരിക്കണം. അപ്പം ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് കൊണ്ട് ജീവിച്ചെങ്കിലല്ലാതെ പരലോകത്ത് ചുളുവിൽ രക്ഷപ്പെടുക എന്നുള്ള എന്തില്ല, ഉണ്ടാവില്ല. ചുളുവിൽ അതാണ് എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവലെന്ന് പറയാനൊക്കെ ദുനിയാവിലും കഴിയൂല, പരലോകത്തിലും കഴിയും. വെറുതെ വിശ്വസിച്ച് നിങ്ങൾ ആലോചിക്കുക, ഈ അറഫയിലൊക്കെ ഈ മൂല്യന്മാരെ ആളുകൾ കാട്ടിക്കൂട്ടുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. നിങ്ങൾ ഇവിടുന്ന് 8 ലക്ഷം 9 ലക്ഷം കൊടുത്ത ആളുകൾ ഹജ്ജിന് പോകാണ്. ഓർക്ക് ഹജ്ജല്ല കിട്ടണ, നരകാണ് കിട്ടണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹിനോട് മനമുരുകി പ്രാർത്ഥിക്കേണ്ട സന്ദർഭത്തിൽ പോലും മനുഷ്യന്മാരെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ അയക്കണില്ലേ ശൈത്താന്മാർ. ആലോചിച്ച് അവിടുന്ന് മൗലൂദ് റാത്തീബും എന്താന്ന് ചെല്ലുക അറഫേന്ന്, അവിടുന്ന് മൊയ്തീൻ ശൈഖിനെ എടുക്കണം, അള്ളാഹനല്ല. അല്ലാഹു അക്ബർ. നിങ്ങൾ ആലോചിച്ച് ഇപ്പം മിനായിലൊക്കെ ടെൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യമാണ്. മൗലൂദും റാത്തീബും തന്നെ ഉള്ളു. പോലീസ് ടെൻറ്റുകൾക്കൊന്നും അങ്ങനെ കയറില്ലല്ലോ, അത് പ്രൈവറ്റ് സ്ഥലമല്ലേ. പറഞ്ഞിട്ട് അങ്ങനൊന്നും ഇപ്പോൾ പല ആളുകളും വരുന്നതല്ലേ. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചു അവരെ സംബന്ധിച്ച് സെക്യൂരിറ്റിയാണ്. അവിടെ പ്രശ്നം ഉണ്ടായാൽ അത് മൊത്തം ബാധിക്കും. ചെയ്യണോ ചെയ്ത് പോയിക്കോട്ടെ, ഓനായി പഠിച്ചോനായി, അത്രേ ഉള്ളൂ. അതാണ് അത് മുമ്പ് കാലത്ത് എന്ന് പറഞ്ഞാൽ സർക്കാർ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകളെ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ ക്രമാതീതമായ ആളുകൾ വർദ്ധിച്ചില്ലേ. ഒരു ഗവൺമെൻറ് നിങ്ങൾ ആലോചിച്ച് 10-25 ലക്ഷം ആളുകളെ ഒരു പ്രയാസവും ഇല്ലാതെ നിയന്ത്രിക്കുക എന്നൊരു ചില്ലറ കാര്യമാണോ? നമുക്കൊരു 1000 ആൾ സമ്മേളനത്തിൽ വന്നാൽ തന്നെ നമ്മളാകെ ബേജാറായി, വളണ്ടിയറും അങ്ങോട്ടും വണ്ടി ഇങ്ങോട്ടും. ഇത് 25 ലക്ഷം ആൾ ഒരേ സമയം 10 സ്ഥലത്തല്ലല്ലോ, ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടി ഒരു പ്രയാസമില്ലാതെ
ഇത് നിയന്ത്രിക്കാൻ അള്ളാഹ്, ഇത് ശരിക്കും ഒരു കറാമത്ത് തന്നെയാണ്. അള്ളാഹ് ഒരു അത്ഭുതം തന്നെയാണ് ലോകത്ത്. അതിൻ്റെ ഇടയിൽ കൂടെ ഖുറാഫാത്തും ബിദത്തും ചെയ്യുന്ന ആളുകൾ, ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ തൗഹീദില്ലെങ്കിൽ ഓന് അറഫയിലല്ല, ഞാൻ കാബൻ്റെ ഉള്ളിൽ കയറിയാലും അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് ചിലപ്പോൾ അള്ളാഹ് കൊടുത്തോളുന്നില്ല. വെറുതെ ഹജ്ജിന് പോവുക എന്നുള്ളതല്ല. ഉംറക്കൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ അങ്ങനെ തന്നെ. നമ്മളവിടെ പോയി ഉംറക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കയ്യും പിടിച്ച ആൾക്കാർ ഓലെന്താ ആമീൻ, മൂല്യാരെന്താ തൊള്ളിയെന്ന് വരുന്നത് അതിനൊക്കെ ആമീൻ പറയാ. നമ്മളൊരു പ്രാർത്ഥന പഠിച്ച് പോയിട്ട് അതിന്ന് ഇപ്പം സഫാ മർവൻ്റെ ഇടയിലൊക്കെ ചെന്ന് മൂല്യാരെന്താണ് പ്രാർത്ഥിക്കണത് അതിനിങ്ങനെ ആമീൻ പറയാം. മൂല്യാഹർത്തി എല്ലാ ജാറത്തുക്കും പാർസലാക്കുണ്ടാവും, അതിനൊക്കെ ആമീൻ പറയാം. അതിനാണ് ഇപ്പോൾ ഇവിടുന്ന് 1 ലക്ഷം 5 ലക്ഷം കൊടുത്തു പോകണത് ഈ ആമീൻ പറയാൻ. ഞമ്മക്കൊരു ഇബാദത്ത് ചെയ്യണമെങ്കിൽ അത് പഠിച്ച് എന്താണ് അവിടെ ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, അതൊന്നുമില്ല. തൗഫീഖില്ല. അതന്നെ അല്ലാഹു മുസ്തആൻ. ഞാൻ പറയും ഈ വിശ്വാസത്തിന് ആളുകൾക്കുള്ള അള്ളാഹ് പഠിപ്പിച്ചതിന് നേരെ ഇവർ അള്ളാഹ് പറഞ്ഞെന്താ, അള്ളാഹുവിൻ്റെ കൗല് തൃപ്തിപ്പെടണം, അതുപോലെ തന്നെ അള്ളാഹ് അനുവാദം കൊടുക്കണം, അവർക്കല്ലാതെ ശഫാഅത്തില്ലെന്ന്. പക്ഷെ നമ്മൾ ആളുകൾ വിശ്വസിക്കണതല്ല. ഇനി അള്ളാഹ് പറയുക യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ അവൻ്റെ വിചാരണ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ വിചാരണയെ സംബന്ധിച്ചിടത്തോളം യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളും പുറവും അള്ളാഹ്ക്കറിയാം. ആ അള്ളാഹിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ദുനിയാവിലൊരു കോടതിയോ അല്ലെങ്കിൽ ദുനിയാവിൻ്റെ ഒരു മനുഷ്യൻ മുമ്പിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുളിവ് കാണിച്ച് രക്ഷപ്പെടാൻ മനുഷ്യന്മാർക്ക് പല വഴികളുണ്ടാവും. പക്ഷെ അള്ളാഹ് പറയാണ് ആടെ മുമ്പിൽക്കാണ്, അള്ളാഹിൻ്റെ മുമ്പിൽക്കാണ് വരിക. യഅലമു, അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവിടെ മുമ്പിലുള്ള കാര്യവും പിന്നിലുള്ള കാര്യവും. എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളും പുറവും ശരിക്കും നമ്മളെക്കാൾ കൂടുതൽ ആർക്കറിയാം? പടച്ചവനറിയാം. ദുനിയാവിലൊരു പടപ്പിൻ്റെ മുമ്പിൽ നമുക്ക് എന്ത് നുണ പറഞ്ഞിട്ടും എന്ത് പറഞ്ഞുമാണ് രക്ഷപ്പെടാൻ കഴിയും. മാത്രവുമല്ല വലാ യുഹീതൂന ബിഹി ഇൽമ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമ അവർക്കിട്ട് ഉണ്ടാവില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായ വിജ്ഞാനം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒത്തൊന്നും ഉണ്ടാവില്ല. വലാ യുഹീതൂന ബിഹി, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമ് ഒരിക്കലും അവർക്ക് പൂർണ്ണമായി ലഭിക്കുകയില്ല. കാരണം അള്ളാഹു, അത് വിശുദ്ധ ഖുർആൻ തന്നെ പല സ്ഥലങ്ങളിൽ പറഞ്ഞു, ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാറ, കണ്ണുകളെ അവൻ കാണുന്നു, കണ്ണുകളെ അത് മനുഷ്യന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി അള്ളാഹുവിൻ്റെ മുഖമാണ് മനുഷ്യന്മാർ കാണുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മുഖത്തേക്കാണ് മനുഷ്യന്മാരെന്ത് ചെയ്യുക, നോക്കുക. അള്ളാഹുവിനെ പൂർണ്ണമായിട്ടില്ല. അള്ളാഹുവിനെ പൂർണ്ണമായി വലാ യുഹീതൂന ബിഹി ഇൽമാന, അള്ളാഹുവിനെ പൂർണ്ണമായ ഇൽമോടുകൂടി മനസ്സിലാക്കാൻ ഒരു മനുഷ്യനെന്ത് ചെയ്യൂല, സാധിക്കൂല. എന്നാൽ അവരെ സംബന്ധിച്ച് പൂർണ്ണമായ ഇൽമാർക്കുണ്ട്, അള്ളാഹ്ക്കുണ്ട്. അതാണ് നിങ്ങളുടെ രഹസ്യവും പരസ്യമൊക്കെ അള്ളാഹ് അറിയും. ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പരലോകത്ത് വെച്ച് പറയുന്ന നിങ്ങൾ സുഹൃത്തുമായതിൻ്റെ അവസാനമുണ്ട്, ആലമു പിന്നെ നീ എൻ്റെ മനസ്സിലുള്ളത് അറിയുന്നു, വല അലമു മാഫി നഫ്സിക, നിൻ്റെ മനസ്സിലെന്താണുള്ളത് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ മനസ്സിലെന്താണുള്ളത് നിനക്കറിയാം. അപ്പം അള്ളാഹുവിനെ പൂർണ്ണമായി മനസ്സിലാക്കാനും അള്ളാഹുവിനെ പൂർണ്ണമായി അഹാത്ത് ബിഹി ഇൽമ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇൽമിനെ വലയം ചെയ്യാന്നർത്ഥം. അഹാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും വലയം ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഒരു വിജ്ഞാനം ഒരു മനുഷ്യനെന്തല്ല പ്രാപിക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് എത്ര കഴിയുള്ളൂ? അള്ളാഹിനെ പറ്റി പറഞ്ഞെന്താണോ അത് നമ്മൾ വിശ്വസിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ പറ്റി പറഞ്ഞെന്താണോ അത് വിശ്വസിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനും പറയാനും നമുക്കെന്തില്ല, കഴിയില്ല. അതാണ് വലാ യുഹീതൂന ബിഹി ഇൽമ. അതേ സമയത്ത് അവരെ സംബന്ധിച്ചുള്ള വിജ്ഞാനം അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, ഒരു മനുഷ്യൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് പടച്ചോൻ. ആ പടച്ചോൻ്റെ മുമ്പിലാണ് നമുക്ക് വിചാരണയ്ക്ക് ചെന്ന് നിൽക്കാനുള്ളത്. ഇനി മാത്രമല്ല, ഇനിയിപ്പോൾ അവിടെ നമുക്ക് നുണ പറഞ്ഞാലും നുണ പറയാൻ പരിശ്രമിക്കുന്ന ആളുകൾ, അപ്പോഴാണ് അല്ലാഹ് എന്ത് ചെയ്യും, അവിടെ കൈകൾ കണ്ട് സംസാരിപ്പിക്കും. അവൻ്റെ തൊലി സംസാരിക്കും, നാവിന് അല്ലാഹ് ശീല വെക്കുന്ന അവൻ്റെ കൈകാലുകൾ സംസാരിക്കും. നടന്നു പോയതും ഇപ്പം നമ്മൾ കൈകൾ സംസാരിക്കുന്ന നമ്മൾ തോണ്ടിയതും നിൽക്കിയതൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ കാര്യമായിട്ട് അതാണല്ലോ. മനുഷ്യന്മാരെ തിന്മകൾ ഇപ്പം വിരലുകൊണ്ടാണല്ലോ അധികമുള്ളത്, വിരലുകൊണ്ടും കണ്ണുകൊണ്ടും.
അപ്പം ആ തിന്മകളൊക്കെ അതാണ്. അവിടെ കൈകൾ സംസാരിക്കും, അവിടെ കാലുകൾ സംസാരിക്കും. ഇതൊക്കെ മാത്രമല്ല, മലക്കൾ അവിടെ ഉണ്ടാവും, ഓൻ്റെ കിതാബ് ഓൻ്റെ കയ്യിലാണ് കൊടുക്കും. ഫവജദു മാ അമിലു ഹാദറൻ. ഹാദർ എന്ന് പറഞ്ഞാൽ ലൈവ് എന്നർത്ഥം. ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കാണാം. അപ്പം നമ്മൾ ഈ പിന്നെ പണ്ടൊക്കെ ക്യാമറ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൾ പോയില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പം ക്യാമറ അടിച്ചാൽ എന്താ, ഫോട്ടോ സഹിതം വരികയാണല്ലോ പരിക്ക്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായ വിജ്ഞാനം, പൂർണ്ണമായ അറിവ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. പക്ഷെ അള്ളാഹുവിന് മനുഷ്യരെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവുണ്ട്. അതാണ് അവിടെ അള്ളാഹു വിശദീകരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന പടച്ചവൻ്റെ മുമ്പക്കാണ് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിചാരണയ്ക്ക് വേണ്ടി ചെല്ലാനുള്ളത്. മഹ്ശറിൻ്റെ ചൂട് അവരുടെ വിയർപ്പും അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചായിരിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർശിൻ്റെ തണലുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ വിഭാഗം ആളുകൾക്ക് തൗഫീഖ് അർശിൻ്റെ തണലുണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അവർക്ക് വിശ്വാസികൾക്ക് തണലുണ്ടാകും, അല്ലാത്തവർക്ക് അവരുടെ അമലുകൾക്കനുസരിച്ചുള്ള ചൂടും പിന്നെ വിയർപ്പും ഉണ്ടാകും. ചില ആളുകൾ കണങ്കാല് വരെ ആയിരിക്കും, ചില ആളുകൾ വിയർപ്പിൽ മുങ്ങി കുളിക്കുന്ന. അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചായിരിക്കും ഉണ്ടാകാം. സൂര്യൻ 1 മൈൽ അകലെ നിൽക്കുന്നതാണ് ഹദീസിലുള്ള. ഒരു ചാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് വലുതാക്കിയാണ്. ഒരു ചാണല്ല, ഖദർ മൈലിൻ എന്നാണ് ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചത്. 1 മൈൽ നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ട് കുറച്ച് സ്ട്രോങ് ചൂട് കൂട്ടാൻ വേണ്ടി കണ്ട് പിന്നെ ഒരു ചാണാക്കിയത്. ഒരു ചാണല്ല, 1 മൈൽ അകലെ എന്നാണ് ഹദീസിലുള്ളത്. അതന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യനുള്ളത്. ആ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കുറേ, നമുക്കറിയാം മോൾക്ക് പോകും തോറും തണുപ്പാണല്ലോ. ആ തണുപ്പിൻ്റെ ഒക്കെ ഉള്ളുകൂടെ വന്നിട്ടുള്ള രശ്മികളാണ് ഇവിടെ ചൂടുണ്ടാണ്. മുകളിൽ ശരിക്കും കൂളിംഗ് ആണല്ലോ, ഭയങ്കരമായ കോൾഡാണല്ലോ. ഈ മുകളിലേക്ക് പോകും തോറും തണുപ്പ് കൂടി വരികയാണല്ലോ. അപ്പം ആ തണുപ്പ് കൂടെ വന്നിട്ടുള്ള രശ്മികളാണ് ഇവിടെ ഭൂമിയിൽ ഇത്ര ചൂട്. അവിടെ പിന്നെ നിങ്ങൾ ആലോചിച്ചാൽ അപ്പം എത്രയായിരിക്കും സൂര്യൻ്റെ ചൂട്? മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിന് അപ്പുറത്തായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു അർശിൻ്റെ തണൽ കൊടുക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അള്ളാഹു പറയുന്നു വഅനത്തിൽ വുജൂഹുലിൽ ഹയ്യിൽ ഖയ്യൂം. അന എന്ന് പറഞ്ഞാൽ ഖശഅത്തിൽ അസ്വാത്ത് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മറ്റ് ഒരു അന എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെയാണ്. വഖശഅത്തിൽ വുജൂഹ്, ഇവിടെ ശബ്ദങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴൊതുങ്ങുന്നുള്ള പറഞ്ഞു. ഇനി വഅനത്തിൽ വുജൂഹ്, മുഖങ്ങൾ മനുഷ്യൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യും? താഴ്ന്നു പോകും. എല്ലാവരും ഇങ്ങനെ നിൽക്കും. വലിയ നെഞ്ഞു വിരിച്ച് നിന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അനത്തിൽ വുജൂഹ് എന്നിറങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഒരാൾക്കും മര്യാദയ്ക്ക് മുന്നോട്ട് നോക്കാൻ പോലുമുള്ള ധൈര്യം ഉണ്ടാവില്ല. അതാണ് വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂമായ അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാ മുഖങ്ങളും താഴ്ന്നു പോകും. എന്നാൽ ആർക്കും അവിടെ തല പൊന്തിച്ച് ഞാനാണടാ എന്ന് പറയാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിലുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, ലിമനിൽ മുൽക്കുൽ യൗം, അള്ളാഹ് ചോദിക്കുന്ന. അവിടെ ഫിറഔനുണ്ടാവും, ഹാമാനുണ്ടാവും, ഖാറൂനുണ്ടാവും, വലിയ 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 നിഷേധികളൊക്കെ അവിടെ പരലോകത്തുണ്ടാവും. അള്ളാഹ് ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നാർക്കാണുള്ള അധികാരം? നിങ്ങളൊക്കെ വലിയ ഭൂമിയിൽ അധികാരമുള്ള ആൾക്കാരില്ലേ? ആരും മറുപടി അറിയില്ല. ആരും എന്താ മറുപടി അറിയാം? അപ്പം അള്ളാഹ് പറഞ്ഞു ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ. ഇന്ന് അത് കണ്ട മാലിക് യൗമിദ്ദീൻ നമ്മളെല്ലാ നിസ്കാരത്തിനും പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവാണ് യൗമുദ്ദീനിൻ്റെ മാലിക്. അവിടെ ഒരു മനുഷ്യനും വേറെ മാലിക്കില്ല. അന്ന് എല്ലാ നിയന്ത്രണവും പടച്ചവൻ്റെ കയ്യിലാണ്, അമ്പിയാക്കന്മാരടക്കം. അള്ളാഹ് പറഞ്ഞത് അതുകൊണ്ടാണ് അമ്പിയാക്കന്മാർ വരെ എന്താ പറയുക? നഫ്സി നഫ്സി എന്ന് പറയാ. അമ്പിയാക്കന്മാർ വരെ നഫ്സി നഫ്സി എന്നാ പറയാ. ആരും ഒരാളെയും സംരക്ഷിക്കാൻ. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി പറഞ്ഞ എന്താ? അൻഖദി നഫ്സക മിനന്നാർ ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈഅ. അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ആയി തരാൻ നിൽക്കുക കയ്യിൽ എന്തെങ്കിലും എനിക്കാണ് ഇത് ചെയ്തോ, മുഹമ്മദ് നബിൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് പരലോകത്തുനിന്നൊരു ആനുകൂല്യമൊന്നും എനിക്ക് വാങ്ങിത്തരാൻ കഴിയില്ല. കാരണം അന്ന് പൂർണ്ണമായ അധികാരം അതാണ്. വഅനത്തിൽ വുജൂഹുലിൽ ഹയ്യ്. ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്താ?
എന്നെന്നും ജീവിച്ചിരിക്കുന്നു. അള്ളാഹുവിന് മാത്രം പറയാൻ പറ്റിയ പേര്, അള്ളാഹുവിൻ്റെ ചില പേരുകൾ സൃഷ്ടികൾക്ക് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അൽ ഹൈ എന്നുള്ളത് അതാണ് ഇസ്മുൽ അഅ്ളം എന്നാണ് ചില പണ്ഡിതന്മാർ ഹയ്യനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആയത്തുൽ കുർസിയിൽ ആദ്യം പറഞ്ഞ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഉണ്ടോ, അതേ പദമാണ് അവിടെ, അൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഹൈ എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അന്തൽ അവ്വലു, പ്രാർത്ഥന റസൂൽ പറഞ്ഞ പ്രാർത്ഥന, അന്തൽ അവ്വലു ഫലൈസ ഖബലക ശൈഉൻ വഅന്തൽ ആഖിറു ഫലൈസ ബഅദക ശൈഉൻ വഅന്തൽ ളാഹിറു ഫലൈസ ഫൗഖക ശൈഉൻ വഅന്തൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖ്ലി അന്നദ്ദീൻ, അല്ലാഹു അതുകൊണ്ട് നീക്ക് കടം മാറ്റി തരണേ എന്ന് റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ അള്ളാഹുവാണ് ആദ്യവും അവസാനവും അവൻ തന്നെയാണ്. ഖദീം അള്ളാഹ്ക്ക് പേരില്ല. നമ്മൾ സാധാരണ മദ്രസ അള്ളാഹു ഖദീമും മൗജൂദും ബാക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഖദീം എന്നുള്ള അള്ളാഹ്ക്ക് പേരില്ല, അത് നമ്മൾ സൂഫികൾ ഉണ്ടാക്കിയ പേരാണ്. അള്ളാഹു അവനെ പറ്റി പറഞ്ഞ എന്താണ്? അൽ അവ്വൽ ഒന്നാമൻ, അൽ ആഖിർ അവസാനത്തവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് യഥാർത്ഥത്തിൽ അവനാണ് ആദ്യം അവസാനം. യഥാർത്ഥത്തിൽ അവൻ ആദ്യം അവസാനമില്ല. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അൽ ഹൈ എന്നുള്ളത് ഒരു സൃഷ്ടിക്കും പറയാൻ പറ്റാത്ത പേരാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വരെ എന്തില്ല? അൽ ഹൈ ഉണ്ടോ? ഇല്ല. അള്ളാഹു ഉദ്ദേശിക്കും മരിക്കും, മലക്കുൽ മൗത്ത് മരിക്കും, എല്ലാവരും മരിക്കും. അതുകൊണ്ടാണ് വയബഖാ വജ്ഹു റബ്ബിക. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എന്താ? ഖയ്യമ എന്ന് പറഞ്ഞാൽ നേരെയാക്കി എന്നർത്ഥം. ഖയ്യം എന്ന് പറഞ്ഞാൽ നേരെ, കാമ എന്ന് പറഞ്ഞാൽ ശരിക്കും നിന്നു എന്നാണല്ലോ. നേരെ നിർത്തുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതാണ് ഖയ്യൂം. അൽ ഹയ്യുൽ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്ന എന്നെന്നും ജീവിച്ചിരിക്കുന്ന ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ അനത്തിൽ വുജൂഹ്, എല്ലാ മുഖങ്ങളും താഴ്ന്നിരിക്കുന്നു. ആർക്കും മുഖം പൊന്തിച്ച് തല ഉയർത്തി നോക്കാൻ പോലും ധൈര്യം ഉണ്ടാവില്ല. അത്രയും പേടിച്ചിട്ടുണ്ടാവും മനുഷ്യന്മാർ. അന എന്നാണ് ഫേല്. ഇവിടെ വുജൂഹ് എന്നുള്ള മുഅന്നസ് ആയതുകൊണ്ടാണ് അന എന്നാണ് ഫില. ഇവിടെ പിന്നെ താവ് വരാൻ കാരണം വുജൂഹ് എന്നുള്ള എന്താണ് അവിടെ പിന്നെ സ്ത്രീലിംഗമായതുകൊണ്ടാണ് അനത്ത് എന്ന് പറഞ്ഞു. അനത്ത് എന്ന് പറഞ്ഞാൽ ഖശഅത്ത് എന്നർത്ഥം, അതേ അർത്ഥം തന്നെ. അതായത് കീഴൊതുങ്ങുക, താഴ്ന്നു പോവുക എന്നർത്ഥം. അപ്പോൾ മുഖം ശരിക്കും എന്താണ്? നമ്മളൊക്കെ കുറ്റവാളികളെപ്പോലെ അള്ളാഹിൻ്റെ മുമ്പിൽ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക. ഒന്ന് തല ഉയർത്തി നോക്കാൻ പോലുമുള്ള ധൈര്യം മനുഷ്യന്മാർക്കാർക്കും ഉണ്ടാകില്ല. ഇതൊക്കെ അള്ളാഹ് മുൻകൂട്ടി തന്നെ അള്ളാഹ് പറയാം. അതാണ് ഈ വഖദ് ഖാബ മൻ ഹമല ദുൽമ. എന്നാൽ അവിടെ വഖദ് ഖാബ എന്ന് പറഞ്ഞാൽ എന്താ? ഖാബ ഖസിറ എന്ന് പറഞ്ഞാൽ നശിച്ചിരിക്കുന്നു. ഖാബ എന്ന് പറഞ്ഞാൽ നശിച്ചു എന്നർത്ഥം. ഖാബ വഖദ് ഖാബ തീർച്ചയായിക്കൊണ്ടും നശിച്ചിരിക്കുന്നു മൻ ഒരുത്തൻ. അവിടെ നാശാർക്കാണ്? ഹമല ദുൽമ. ഹമല എന്ന് പറഞ്ഞാൽ എന്താ? വഹിച്ചു. അപ്പൊ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വഹിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താ വഹിച്ചു കൊണ്ടുവന്നത്? ദുൽമാണ്. അവൻ്റെ ആകെ കയ്യിലെന്തുള്ളൂ? ദുൽമയുള്ളൂ. ദുൽമ എന്ന് പറഞ്ഞാൽ ശിർക്ക് ദുൽമാണ്. അള്ളാഹു നമുക്ക് ഹറാമാക്കിയതൊക്കെ എല്ലാം ദുൽമ തന്നെയാണ്. അതിലേറ്റവും വലിയ ദുൽമാണത് ശിർക്ക് എന്നുള്ളൂ. അപ്പം ശിർക്ക് മാത്രമല്ല ദുൽമ തന്നെ. അള്ളാഹു സുബ്ഹാനഹു നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ എന്തായി? ലാലിമാണ്. ഏറ്റവും വലിയ ദുൽമ ശരിക്ക്. ദുൽമ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഭാഷാപരമായിട്ട് അർത്ഥം എന്താ വെച്ചാൽ വളുഉ ശൈഇ ഫീ ഗൈരി മൗളിഇഹി, അതായത് ഒരു കാര്യം വെക്കേണ്ടതല്ലാത്ത സ്ഥലത്ത് വെക്കുക. അതാണെന്ത്? ദുൽമ. വളുഉ ശൈഇ ഫീ ഗൈരി മൗളിഇഹി, ഒരു കാര്യം എവിടെയാണ് വെക്കേണ്ടത് ആ വെക്കേണ്ടതല്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യുക? അത് കൊണ്ടുപോയി വെക്കുക. അതെന്താണ്? ദുൽമാണ്. അതുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും വലിയ ദുൽമായത്. അങ്ങനെ ഇബാദത്ത് നമ്മൾ കൊണ്ടുപോയി വെക്കേണ്ട എവിടെയാണ്? അള്ളാഹിൻ്റെ മുമ്പിൽ. ആ അള്ളാഹിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി മാത്രം വെക്കേണ്ട ഒരു സാധനം എടുത്ത് കണ്ട് ഇവിടെ കൊണ്ടുവച്ച് ഇപ്പം എന്തായി? ഏറ്റവും വലിയ ദുൽമായി. ഒരു വസ്തു എവിടെയാണ് വെക്കേണ്ടത് ആ വെക്കേണ്ടതിന് സ്ഥലം മാറ്റി വെക്കലൊക്കെ എന്താണ്? ദുൽമാണ്. മനസ്സിലല്ലേ? അപ്പം നമ്മുടെ ഒരാൾ കുപ്പായം തല തിരിച്ചിട്ട് അതെന്താണ്? ദുൽമാണ്. ഭാഷാപരമായിട്ട് എന്താണ്? ദുൽമാണ്. ഒരാൾ പേന ഗീശയില വെക്കേണ്ടത് അത് തലയിൽ വെച്ച്, അത് ദുൽമാണ്. ഒരാൾ തൊപ്പി തലയിൽ വെക്കേണ്ടത് കൈമേല വെച്ച്, ഭാഷാപരമായിക്കൊണ്ടൊക്കെ ദുൽമാണ്.
അതായത് ഒരു വസ്തു എവിടെയാണ് വെക്കേണ്ടത് അത് സ്ഥാനം. അതുകൊണ്ടാണ് പിന്നെ വ്യഭിചാരം ദുൽമാണ്, അക്രമം ദുൽമാണ്, എല്ലാം ദുൽമാണ്. അള്ളാഹു നമുക്ക് നിഷേധിച്ചതെല്ലാം ദുൽമായിരിക്കും. അതൊരു ഏറ്റവും വലിയ ദുൽമ ഏതാണ്? ശിർക്ക്. കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം കൊണ്ടുപോയിക്കേണ്ട ഇബാദത്ത് അല്ലല്ലാത്തവരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? നേർച്ചയും ദ്വായും പ്രാർത്ഥനയൊക്കെ അക്രമം എന്നല്ലോ. ക്രമം തെറ്റിക്കലാണ് അക്രമം. ഒരു ക്രമം തെറ്റിക്കുമ്പോഴാണ് എന്തുണ്ടാകുക? അക്രമം ഉണ്ടാകുക. മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പം അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ഖദ് ഖാബ മൻ ഹമല ദുൽമ, ദുൽമ ചെയ്തവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നശിച്ചു പോകും. അപ്പോൾ ജീവിതത്തിൽ ദുൽമകൾ ചെയ്യാത്തവരൊന്നും ഉണ്ടാവില്ല. റബ്ബന ദലംന അൻഫുസന, ആദനബി പ്രാർത്ഥിച്ചതല്ലേ. ആദനബി അവിടെ ആ പ്രാർത്ഥനകൾ ആലോചിച്ചു. റബ്ബന ദലംന ദുൽമാണ്. ആദനബി ശിർക്ക് ചെയ്തണോ? ആദനബിനോട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്തു പോയി, അത് ദുൽമാണ്. അപ്പോൾ ദുൽമ ചെയ്യാത്തവരാരുമില്ല. നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, അള്ളാഹു നമുക്കെല്ലാം പുറത്തുമാറാവട്ടെ. അപ്പോൾ ഇതാണ് ഈ ആയത്തിലുള്ളത്. യൗമൈദിൻ ലാ തൻഫഉ ശഫാഅ വയൗമൈദിൻ യത്തബിഊന ദാഇയ, ആ ദാഇയ അവർ പിൻപറ്റും. ലാ ഇവജ ലഹു, അതിൽ വക്രീകരണമില്ല എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവുകയില്ല. വഖശഅത്തിൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളും കീഴൊതുങ്ങും. ലിർറഹ്മാൻ, അള്ളാഹുവിന് വേണ്ടി. ഫലാ തസ്മഉ, നീ എന്ന് കേൾക്കുകയില്ല. ഇല്ലാ ഹംസ, നേർത്ത ശബ്ദമല്ലാതെ. യൗമൈദിൻ, ആ ദിവസം. ലാ തൻഫഉ ശഫാഅത്തു, ഷഫാഅത്ത് ഉപകാരം ചെയ്യുകയില്ല, ശുപാർശ ഉപകാരം ചെയ്യുകയില്ല. ഇല്ലാ മിൻ അദിന ലഹു റഹ്മാൻ, അള്ളാഹു അവന് അനുവാദം കൊടുത്തെങ്കിലല്ലാതെ, അല്ലെങ്കിൽ അനുവാദം കൊടുത്തവർക്കല്ലാതെ. വറളിയ ലഹു, അവന് വേണ്ടി അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഖൗല, അവൻ്റെ കൗലുകൾ അഥവാ അവൻ്റെ പ്രവർത്തനത്തെ അള്ളാഹു തൃപ്തിപ്പെടുകയും അള്ളാഹു അവന് അനുവാദം കൊടുക്കുകയും ചെയ്തവനല്ലാതെ ഷഫാഅത്ത് ഉപകാരം ചെയ്യുകയില്ല. യഅലമു, അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മാ ബൈന ഐദീഹിം മാ ഖൽഫഹും, അവിടെ മുമ്പിലുള്ളതും അവിടെ പിന്നിലുള്ളതും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. വലാ യുഹീതൂന ബിഹി ഇൽമ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഇൽമ് അവർക്കൊരിക്കലും കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. വഅനത്തിൽ വുജൂഹുലിൽ ഹയ്യിൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന സകലം നിയന്ത്രിക്കുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാ മുഖങ്ങളും കീഴൊതുങ്ങുന്നതാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ എല്ലാ മുഖങ്ങളും ഖുശൂ ഉള്ളതായിരിക്കും, കീഴൊതുങ്ങും. വഖദ് ഖാബ, തീർച്ചയായിക്കൊണ്ട് നശിച്ചിരിക്കുന്നു. മൻ, ഒരുത്തൻ. ആ മൻ എന്ന് പറഞ്ഞ ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണൊക്കെ പെട്ടിട്ടോ. ഹമല ദുൽമ, അവൻ ദുൽമ് വഹിച്ചവനാണ്, ദുൽമ് ചെയ്തവനാണ്. ആ ദുൽമ് ചെയ്തവൻ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തിയാൽ നശിച്ചു പോകും. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കാൻ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് കൊണ്ട് ഈ ലോകത്തോട് ഇവിടെ അറിയാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന എല്ലാവരും, നല്ല മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. അവൻ്റെ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.